ദൈവത്തിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ പ്രഭാത ചിന്തയ്ക്കായി ഞാനൊരു വേദഭാഗം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. 2 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം 4-5 വാക്യം. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിക്കുവാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയും ഇരിക്കുന്നു. ഈ നല്ല പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് ഇന്ന് ഈ പ്രഭാതത്തിൽ വായിക്കുവാൻ. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിക്കുവാൻ ദൈവസന്നിധി ശക്തി ഉള്ളവ തന്നെ. പ്രിയ ദൈവമക്കളെ, സാത്താൻ്റെ ആക്രമണങ്ങൾ ആരംഭിക്കുന്നത് മനസ്സിന്മേലും ചിന്തകളിന്മേലുമാണ്. ഇന്ന് പലരും ഇത് മറന്നുപോകുക. സാത്താൻ നമ്മളെ പലപ്പോഴും ആക്രമിക്കുകയും സാത്താൻ പലപ്പോഴും നമ്മളെ ഉപയോഗിക്കുകയും ചെയ്യുന്നത് നമ്മുടെ മനസ്സിലാണ്, നമ്മുടെ ചിന്തകളിലാണ്. നമ്മുടെ ജീവിതത്തെ പലപ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മൾ പലതും ചിന്തിക്കുകയും മനസ്സിൽ പല ആഗ്രഹങ്ങൾ നമ്മൾ വെച്ചു പുലർത്തുകയും ചെയ്യുമ്പോൾ ആ ആഗ്രഹങ്ങളെ നടത്താതിരിക്കുവാൻ, ആ ചിന്തകൾ നമുക്കുണ്ടാകാതിരിക്കുവാൻ സാത്താൻ ചില തന്ത്രങ്ങൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നിടുവാനിടയാകും. നമുക്കറിയാം, നമ്മുടെ കൺമുമ്പിൽ പലതും സാത്താൻ കൊണ്ടുവന്നിടുകയാണ്. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? നമ്മുടെ മുൻപോട്ടുള്ള യാത്രയും നമ്മുടെ മുൻപോട്ടുള്ള നമ്മുടെ നന്മയും അനുഗ്രഹങ്ങളും അത് ലഭിക്കാതിരിക്കുവാൻ പല പ്രലോഭനങ്ങളും ഈ ലോകത്തിൻ്റെ ശക്തികൾ നമ്മുടെ മുമ്പിൽ കൊണ്ടിടുവാനിടയായിത്തീരും. അതുകൊണ്ടാണ് ദാവീദ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഒരു നീച കാര്യം എൻ്റെ കൺമുൻപിൽ വയ്ക്കുകയില്ല. അതെ, പലപ്പോഴും നമ്മുടെ കൺമുമ്പിൽ നമ്മൾ വീഴുവാൻ തക്കവണ്ണമുള്ള പല പ്രലോഭനങ്ങളും വന്ന് വീഴുമ്പോൾ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ദാവീദ് പറഞ്ഞ വാക്യം അന്വർത്ഥമാക്കണം, ഞാനൊരു നീച കാര്യം എൻ്റെ കൺമുമ്പിൽ ഞാൻ വയ്ക്കുകയില്ല. വീണ്ടും സങ്കീർത്തനക്കാരൻ പറയുന്നു, 19-ാം സങ്കീർത്തനം അതിൻ്റെ 13-14 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, സ്വമേധ പാവങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ, അവ എൻ്റെ മേൽ വാഴരുതേ, എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതരഹിതനും ആയിരിക്കും. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കട്ടെ. അതേ ദൈവപൈതലെ, സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ സ്വമേധ പാവങ്ങളെ അകറ്റി അടിയനെ കാക്കണം, അവ എൻ്റെ മേൽ വാഴരുത്, ഞാൻ നിഷ്കളങ്കനും മഹാപാതരഹിതനുമായിരിക്കും. പലപ്പോഴും ഈ ലോകത്തിലെ ശക്തികൾ നമ്മളെ വാഴുവാൻ, നമ്മളെ അടക്കി ഭരിക്കുവാൻ, നമ്മളെ കീഴ്മേൽ മറിക്കുവാൻ, അവൻ്റെ അധീനതയിലേക്ക് കൊണ്ടുപോകുവാൻ പല പ്രലോഭനങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിടുമ്പോൾ നമുക്ക് പറയണം, എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായി തീരട്ടെ. അതെ, നമ്മളെ തകർക്കുവാൻ, നമ്മുടെ മുമ്പിൽ നീച പ്രവൃത്തികൾ കൊണ്ടുവന്ന് നമ്മളെ അതിലേക്ക് വശീകരിക്കുവാൻ സാത്താൻ തന്ത്രം ഉപയോഗിക്കുമ്പോൾ നമ്മുടെ വായിൽ നിന്നും 45-ാം സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ ലാവണ്യം പുറത്തു വരേണ്ടതായിരിക്കും. എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എൻ്റെ കൃതി രാജാവിന് വേണ്ടി. എൻ്റെ നാവ് സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുകൾ പോലാകും. ലാവണ്യം എൻ്റെ അധരത്തിന്മേൽ പകർന്നിരിക്കും. അതേ, കർത്താവിൻ്റെ നാമം പറയുമ്പോൾ, അവൻ്റെ വചനത്തിൻ്റെ ശക്തി നമ്മുടെ നാവിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ നമ്മളെ തകർത്ത് കളയുവാൻ, നമ്മളെ മുടിച്ചു കളയുവാൻ കടന്നു വരുന്ന പിശാച്
തോറ്റോടുവാനിടയായിത്തീരും. പോരിൻ്റെ ആയുധം ജഡീകങ്ങളല്ല, അതെ ആമേൻ, തമ്മിൽ പോരടിക്കുവാനുള്ളതല്ല, ജഡങ്ങൾ തമ്മിൽ പോരടിക്കുവാനല്ല, ഈ ലോകത്തിൻ്റെ അന്ധകാര ശക്തിയോട് പോരടിക്കുവാൻ, അതിനോട് യുദ്ധം ചെയ്യുവാൻ നമുക്ക് ആയുധങ്ങൾ ഏറ്റെടുക്കേണ്ടത് ആവശ്യമായി വരും. ഇവിടെ പോർ എന്ന് പറയുമ്പോൾ ആമേൻ മനസ്സിലാക്കുവാൻ കഴിയുന്നത് യുദ്ധം എന്നുള്ള വാക്കാണ്. നമ്മുടെ ചിന്താമണ്ഡലത്തിൽ ശത്രുവിൻ്റെ ഒരു യുദ്ധകളമാണ് നമ്മുടെ ചിന്താമണ്ഡലം എന്ന് പറയുന്നത്. ഇത് മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുന്നതിന് മുമ്പ് മനസ്സിലാണ് പോരാട്ടം നടക്കുന്നത്. സാത്താൻ്റെ ചില കോട്ടകളാണ് അവൻ്റെ സങ്കല്പങ്ങൾ. അതെ, നമ്മുടെ സങ്കല്പങ്ങൾ നമ്മൾ വായിച്ച വേദഭാഗത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞു ഏതു വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കുന്നു. നമ്മെ നമ്മുടെ ഹൃദയത്തിനകത്തു നിന്നും പൊങ്ങി വരുന്ന ചില ദുഷിച്ചതായ സങ്കല്പങ്ങൾ, ചില കോട്ടകൾ, അതിനെ ഇടിച്ചു കളയുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ ആമേൻ വ്യാപരിക്കപ്പെടട്ടെ. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ദൈവപൈതലേ, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിലെ ദുഷ്ടാത്മസേനയോടുമാണ്. നമ്മുടെ ചിന്താമണ്ഡലത്തിൽ ശത്രുവായവൻ ആമേൻ യുദ്ധത്തിന് കൂപ്പുകൂട്ടുമ്പോൾ ആ ചിന്താമണ്ഡലങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് മറയ്ക്കുവാൻ, ദൈവകൃപ കൊണ്ട് ആമേൻ ആ ശത്രുവിനോട് പോരാടുവാൻ ഈ ദിവസങ്ങളിൽ, ഈ മണിക്കൂറുകളിൽ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വചനത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.